Hi everybody, very good morning to all. Welcome to Entry English. നമ്മുടെ മലയാളികൾ കോമൺ ആയിട്ട് മിസ്പ്രൊനൗൺസ് ചെയ്യുന്ന ചില വേർഡ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടു. അപ്പോഴാണ് കുറച്ചധികം വേർഡ്സ് കൂടി നമുക്കൊന്ന് പറഞ്ഞു തന്നാലോ എന്നുള്ളത് നമ്മൾ ആലോചിച്ചത്. സോ വി ഹാവ് കളക്റ്റഡ് സം ഓഫ് ദി അതർ വേർഡ്സ് ദാറ്റ് വി മിസ്പ്രൊനൗൺസ് ഇൻ അവർ ഡെയിലി ലൈഫ്. സോ ദ ഫസ്റ്റ് വേർഡ് ഈസ് ഓൺട്രപ്രണർ. ഓൺട്രപ്രണർ നമ്മളെപ്പോഴും എൻട്രിപ്രൂണർ എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് രീതിയിലുള്ള മിസ്പ്രൊനൗൺസിയേഷനൊക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യണം ഓൺട്രപ്രണർ എന്ന് കൊടുക്കാറുണ്ട്. ഓൺട്രിപ്രൂണർ, ആ ട്രീ അവിടെ കൊടുക്കാറുണ്ട്, ഓൺട്രിപ്രൂണർ. ആക്ച്വലി ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് ഓൺട്രപ്രണർ. ഓൺട്രപ്രണർ, ഓൺട്രപ്രണർ. ഒന്നുകൂടിയും ശ്രമിച്ചു നോക്കുക. ഓൺട്രപ്രണർ, ഓൺട്രപ്രണർ. സോ നമുക്ക് എപ്പോഴും ഇൻസ്റ്റഗ്രാം ലൈവ് പോയാലും യൂട്യൂബ് ലൈവ് പോയാലൊക്കെ കൃത്യമായിട്ട് എല്ലാവരും ചോദിക്കുന്നൊരു വേർഡാണ് ഈ ഒരു വേർഡിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താണെന്നുള്ളത്. ആ വേർഡ് GENRE. ചിലർ ജെൻഡർ എന്ന് പറയാറുണ്ട്, ചിലർ റാനർ എന്ന് പറയാറുണ്ട്, റാനെ എന്ന് പറയുന്നവരുണ്ട്. മിക്കവാറും ആൾക്കാർ ജെൻഡ്രെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് മിസ്പ്രൊനൗൺസ് ചെയ്യാറ്. സോ ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് ജോൺറ. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ വരുന്നത് ജോൺറ. ജോൺറ, ജോൺറ, ജോൺറ. ഒന്നുകൂടിയും ശ്രമിച്ചു നോക്കുക. ജോൺറ, ജോൺറ. സോ ദ നെക്സ്റ്റ് വേർഡ് ഈസ് ഹൈറാർക്കി. ഹൈറാർക്കി. നമ്മളെപ്പോഴും ഹൈറാർക്കി എന്ന് പറഞ്ഞിട്ടാണ് അത് മിസ്പ്രൊനൗൺസ് ചെയ്യാറ്. ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് ഹൈറാർക്കി. ഹൈറാർക്കി, ഹൈറാർക്കി. ഓക്കെ. നെക്സ്റ്റ് വേർഡ് ഈസ് മിസ്ചീവസ്. മിസ്ചീവസ്. നമ്മളെപ്പോഴും മിസ്പ്രൊനൗൺസ് ചെയ്യാറ് മിസ്ചീവിയസ് എന്നുള്ള രീതിയിലാണ്. സ്പെല്ലിംഗ് അതേ രീതിയിലാണ്, ആ രീതിയിൽ തന്നെ വായിച്ചു പോകുന്നതുകൊണ്ട് വി പ്രൊനൗൺസ് ഇറ്റ് ആസ് മിസ്ചീവിയസ്. മിസ്ചീവിയസ് എന്നുള്ള രീതിയിൽ. ബട്ട് ദ കറക്റ്റ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഈസ് മിസ്ചവസ്. മിസ്ചവസ്, മിസ്ചവസ്, മിസ്ചവസ്. ഓക്കെ. നെക്സ്റ്റ് വേർഡ് ഈസ് അനലൈസ്. അനലൈസ് എന്ന് നമ്മൾ പറയുന്ന വേർഡാണ്. അനലൈസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറ്. ബട്ട് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് അനലൈസ്. അനലൈസ്, അനലൈസ്, അനലൈസ്. നെക്സ്റ്റ് കോമൺ മിസ്പ്രൊനൗൺസ്ഡ് വേർഡ് ഈസ് ഡാറ്റ. ഓക്കെ. നമ്മൾ ഡാറ്റ ഡാറ്റ എന്ന് പറയുന്നത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അല്ല. ഡാറ്റ എന്ന് പറയുന്നത് ഒരു റോങ് പ്രൊനൗൺസിയേഷനാണ്. ഒരു എ കൊടുക്കണം അവിടെ. ഡേറ്റ, ഡേറ്റ, ഡേറ്റ. ഓക്കെ. ഇനി അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ ഡേറ്റ. ഡേറ്റ, നോട്ട് ഡാറ്റ, ഡേറ്റ. ഡേറ്റ, ഡേറ്റ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു വേർഡൊന്നുമല്ല, പക്ഷേ നമ്മളത് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് തന്നെ നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു വേർഡാണ് സ്ട്രാറ്റജിക്. സ്ട്രാറ്റജിക്. നമ്മൾ സ്ട്രാറ്റജിക് എന്നാണ് പറയാറ്, അല്ലേ? സ്ട്രാറ്റജി, അത് സ്ട്രാറ്റജിക് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് strategic. Strategic, strategic. ഇനി അടുത്ത വേർഡാണ് മെമോ. മെമോ. ജസ്റ്റ് ഒരു പ്ലെയിൻ മെമോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, അത് ക്ലോസ് ചെയ്യുന്നു. ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് മെമോ. മെമോ, 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 മെമോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെയുള്ള അത്ര വളരെ കോമൺ വേർഡ്സ് അല്ലെങ്കിലും നിങ്ങളുടെ സ്കൂളിലോ നിങ്ങളുടെ വർക്ക് പ്ലേസിലോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്സ് ആണ് ഇപ്പോൾ മുകളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന വേർഡ്സ്. ഇതൊക്കെ കൃത്യമായിട്ട് ആദ്യത്തെ ഒരു ട്രയൽ തന്നെ നിങ്ങൾക്ക് ശരിയായിക്കൊള്ളുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ആണ്. മെല്ലെ മെല്ലെ മാത്രമേ നമുക്ക് ഈ വേർഡ്സ് എല്ലാം പ്രൊനൗൺസ് ചെയ്യാൻ പറ്റൂ. ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. ഇഫ് യു ആർ മിസ്പ്രൊനൗൺസിങ് എ വേർഡ്, നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വിടരുത്. ജസ്റ്റ് അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. മിസ്പ്രൊനൗൺസ് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യാനല്ല, നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ, ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആ വേർഡ് കറക്റ്റ് പ്രൊനൗൺസിയേഷനിലൂടെ ഒന്നുകൂടി പറഞ്ഞു നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. ഒരു 7-8 തവണ നിങ്ങൾ തെറ്റിച്ചാലും പിന്നീട് നിങ്ങൾ ആ തെറ്റ് വരുത്തുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി മാറി മാറി വരും. ഓക്കെ. സോ ഇനി ഈ കോമൺ വാക്കുകൾ ഇനി സംസാരിക്കുമ്പോൾ തെറ്റിക്കരുത്. ലെറ്റ്സ് ലേൺ ഇംഗ്ലീഷ് വിത്ത് എൻട്രി ഇംഗ്ലീഷ്. ഇനി ഇംഗ്ലീഷ് ശരിയായി തന്നെ പഠിച്ചു തുടങ്ങാം. വളരെ രസകരമായിട്ട് വളരെ ഇഷ്ടത്തോടുകൂടി ഇംഗ്ലീഷ് പഠിക്കാൻ എത്രയും പെട്ടെന്ന് എൻട്രി ഇംഗ്ലീഷിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ദ നമ്പർ ഇസ് ഗിവൻ ബിലോ.